എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം SFCയുടെ ഫാഷൻ സെഗ്മെന്റിലേക്ക്. ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന ഒരു അതിഥിയാണ്. ഫാഷനെ കുറിച്ച് മാത്രം നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ പെർട്ടിക്കുലർലി കവർ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാഷൻ സ്റ്റൈലിംഗ് ആണ്. ട്രാൻസ്ഫോർമേഷൻ എന്നൊന്നും പറയുന്നില്ല, പക്ഷേ ഒരു സ്റ്റൈലിംഗ്. നമുക്ക് സ്റ്റൈലിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കോസ്റ്റ്യൂം, ഒരു മേക്കപ്പ് ആൻഡ് കുറച്ച് കോമ്പണൻസിനെ ആഡ് ചെയ്തിട്ട് ഒരാളുടെ പേഴ്സണാലിറ്റിയിൽ നമുക്ക് എന്തൊക്കെ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരാൻ പറ്റും എന്നാണ് സ്പെസിഫിക്കലി പറയുന്നത്. സോ ഇവിടെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വിശിഷ്ട അതിഥി എന്ന് പറയുന്നത് സീരിയൽ മേഖലയിലെ ഒരു അറിയപ്പെടുന്ന സാന്ത്വനം എന്ന് പറയുന്ന സീരിയലാണ് ഏറ്റവും കൂടുതൽ ഇദ്ദേഹത്തിന് പ്രശസ്തി കിട്ടിയിരിക്കുന്നത്. കുടുംബ പ്രേക്ഷകർക്കിടയിൽ ഒരു പേരും പ്രശസ്തിയും നേടിയിട്ടുള്ള വ്യക്തിയാണ് വന്നിരിക്കുന്നത്. ബിജേഷ് ആവനൂർ, സ്വാഗതം. സുഖം. എങ്ങനെ പോണു ലൈഫൊക്കെ? ലൈഫ് അടിപൊളിയായി പോണു. അത് ശരി. ബിസിനസ്, അത് ബിജേഷ് ബ്രോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ബിസിനസ് ഉണ്ട്, പേഴ്സണലായിട്ട് കാര്യങ്ങൾ, നാടകം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, സീരിയൽസ് ഉണ്ട്, ആക്ടിങ് ഉണ്ട്. സോ ഇപ്പോൾ ഏത് കാര്യത്തിലാണ് കൂടുതൽ ബിസി ആയിരിക്കുന്നത്? എല്ലാ കാര്യത്തിലും ബിസിയാണ്, ഈക്വലി ബിസിയാണ്. നമ്മൾ പുതിയ സീരിയൽ, അപ്കമിങ് സീരിയൽ എന്താ? പുതിയത് സി കേരളയില് മാനത്തെ കൊട്ടാരം എന്ന് പറഞ്ഞിട്ടൊരു സീരിയലിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ മഴവിൽ മനോരമയിൽ ഒരു പുതിയ സീരിയൽ. ഇത് എങ്ങനെയാണ്, ഒരു നെഗറ്റീവ് ഷെയ്ഡ് ആണോ ഒരു പോസിറ്റീവ് ഷെയ്ഡ് ആണോ? ആക്ച്വലി സി കേരളയിലെ സീരിയലില് നെഗറ്റീവ് ഷെയ്ഡാണ്. അതുകൊണ്ട് തന്നെ കുറെ പേര് പറയുന്നുണ്ട് സേതുവേട്ടനായിട്ട് അഭിനയിച്ച ആളെ ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ കഴിയില്ല, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നത്. ബിജേഷ് ബ്രോ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു നല്ല റീച്ച് ഉള്ള ഒരു സെലിബ്രിറ്റിയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ റെസ്പോൺസ് സ്പോണ്ടേനിയസ് ആയിട്ട് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറില്ലേ? നല്ല നല്ല ഫീഡ്ബാക്സ് കിട്ടാറുണ്ടാവുമല്ലോ. ഇത് കിട്ടിയതിൽ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക്, ഒരു എന്തെങ്കിലും പറയാൻ ഒരു അനുഭവം ഉണ്ടോ? സോഷ്യൽ മീഡിയ ത്രൂ, ഇൻസ്റ്റാഗ്രാം ത്രൂ അല്ലെങ്കിൽ അങ്ങനെ വല്ലതും? ആക്ച്വലി ഞാൻ ഇതിനെ വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു കമൻ്റ് അയക്കുന്ന ആള് സന്തോഷം കൊണ്ടാണ് കമൻറ്റ് ചെയ്യുന്നത്. പലപ്പോഴും ചില സമയങ്ങളിൽ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ കഴിയാറില്ല, കാരണം ഞാൻ തിരക്കൊക്കെ ആയിരിക്കുന്ന സമയത്ത്. എനിവേ ഞാൻ കിട്ടാവുന്ന സാഹചര്യങ്ങളിൽ മുഴുവൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ അവരാണ് നമ്മളെല്ലാം ആക്കിയത്. അവരെ ഞാൻ ഫാൻസ് എന്നൊന്നും പറയില്ല, എന്നോട് സ്നേഹിക്കുന്ന കുറച്ച് പേരാണ്. സ്നേഹിക്കുന്ന കുറച്ച് കൂട്ടാളുടെ. അത് ബിജേഷ് ബ്രോനെ പറ്റി ഞാൻ സംസാരിച്ചപ്പോൾ ഒരു 26-25 വയസ്സുള്ള ഒരു കൊച്ചനോട് പറഞ്ഞ കാര്യം, അതായത് ബിജേഷ് ബ്രോനെ കണ്ട് ഒരു ഫോട്ടോ എടുത്ത് സ്റ്റോറി ഇട്ടപ്പോൾ ആ സ്റ്റോറി റീസ്റ്റോറി ഇട്ടു. അതെനിക്ക് വളരെ സന്തോഷം തന്നു. കാരണം അദ്ദേഹത്തിന് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ അങ്ങനെ ചെയ്തു, ഒരു സന്തോഷം തന്നു എന്ന് പറഞ്ഞ ആ ഒരു അഭിപ്രായം എനിക്ക് കിട്ടിയൊരു ഫീഡ്ബാക്കാണ്. ബിജേഷ് ബ്രോയ്ക്ക് അറിയില്ല, ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു എഫേർട്ട് എടുക്കുന്നത് കുറച്ച് സ്ട്രെയിൻ അല്ലേ? കാരണം അതിൽ നമ്മൾ ഫേസ് ചെയ്യുന്നത്, അതായത് പലരും പല രീതിയിലാണ്. ചിലർ നമ്മൾ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിചാരിക്കും ഇയാൾ എന്തിനാ റിപ്ലൈ തരുന്നത്, ഇയാൾ ഉടായിപ്പാണ്. അത് ചിലരൊക്കെ ചോദിക്കുന്നത് കാണാം, റിപ്ലൈ കൊടുക്കുമ്പോൾ അവർ കുറേ മെസ്സേജ് ഇടും. നമ്മൾ എപ്പോഴെങ്കിലും അത് കണ്ട് നമ്മൾ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചേട്ടൻ ഇത് ശരിക്കും വിജേഷ് തന്നെയാണോ, സേതുവേട്ടൻ ഫേക്കാണോ, നിങ്ങൾ എന്തിനാ എനിക്കിത് റിപ്ലൈ തരുന്നേ? അപ്പോൾ ഞാൻ റിപ്ലൈ ഒന്നും കിട്ടുന്ന വിചാരിച്ചിട്ടല്ല ഇടുന്നതെന്ന്. ചിലര് നമ്മൾ റിപ്ലൈ ഇട്ടില്ലെങ്കിൽ പരിഭവിക്കും. അവർ പറയും അയ്യോ ഇത്രയും ഇതൊക്കെയായിട്ട് കുറേ നാളായില്ലേ മെസ്സേജ് അയക്കുന്നു, എന്താ റിപ്ലൈ ചെയ്യാത്ത. അപ്പോൾ ജനങ്ങൾ പലരും പല രീതിയിലാണ് സ്നേഹിക്കുക. അവർക്കൊപ്പം നീങ്ങാൻ നമുക്ക് സാധിച്ചാൽ അത്രയും നല്ലത്. പറ്റാവുന്ന അത്രയും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ പോലെ ചിലരൊക്കെ ഈ പറഞ്ഞ പോലെ എനിക്ക് കമൻസ് ഒക്കെ ഇടുമ്പോൾ അവരാഗ്രഹിക്കുന്നത് നമ്മൾ കാണണം, നമ്മളതിന് റിപ്ലൈ കൊടുക്കണം എന്നാണ്. ഞാനും പണ്ട് ഒരു സെലിബ്രിറ്റി കാണുമ്പോഴൊക്കെ നമുക്കും ആഗ്രഹമുണ്ട്, ഒന്നടുത്ത് ചെന്നിരുന്നെങ്കിൽ, അവരുടെ അടുത്തൊന്ന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ആ ഒരു സ്നേഹത്തോടെയാണ് ഇപ്പൊ എന്നെയും കുറച്ച് പേരൊക്കെ, കുറേ പറയുന്നില്ല, കുറച്ച് പേരൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ആ വരുന്നവരെ നമ്മൾ തിരിച്ച് അതേ സ്നേഹത്തിൽ അപ്രോച്ച് ചെയ്യുന്നു. അതെ, ഓക്കെ. ബിജേഷ് ബ്രോ, നമ്മളുടെ ഒരു പ്രോഗ്രാമിലേക്ക് ബ്രോനെ ഇൻവൈറ്റ് ചെയ്തതും നമ്മളൊരു അതിഥിയായി കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഇതിനേക്കാൾ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന, എൻ്റെ ക്രൂ ഫോക്കസ് ചെയ്യുന്ന ഫാഷൻ കണ്ടന്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് അറിയാനുള്ള ആഗ്രഹം, ഓരോരുത്തർക്കും ഫാഷൻ എന്ന് പറയുന്നത് അവരുടേതായിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്, അവരുടെ കംഫർട്ട് ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് ഒരു ഫാഷൻ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാവും, ഇതാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള. താങ്കളുടെ ഫാഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? താങ്കൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള? എന്നെ ജനങ്ങൾ സ്നേഹിക്കുന്നതും എല്ലാവരും എന്നെ ഇതാക്കുന്നത് നാടൻ വേഷത്തിലാണ്. ഞാൻ എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ മുണ്ടുടുത്താലാണ് ചേട്ടനെ കൂടുതൽ ഭംഗി എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ നിങ്ങൾ തന്നെ എനിക്ക് ഫോട്ടോഷൂട്ടിൽ കഴിഞ്ഞ തവണ ഒരു നല്ലൊരു ഗെറ്റപ്പ് ചെയ്തിരുന്നു. ആ ഗെറ്റപ്പ് പക്ഷെ ഒരുപാട് പേര് നല്ല റീച്ച് പോയിരുന്നു.
ബിജേഷ് ബ്രോ നമ്മളുടെ വേറൊരു പ്രോഗ്രാമിൽ വന്നിരുന്നു. അന്ന് നമ്മൾ ബിജേഷ് ബ്രോയ്ക്ക് സ്റ്റൈൽ ചെയ്തിരുന്നു. അതൊരു സെമി നോർത്ത് ഇന്ത്യൻ കോൺസെപ്റ്റ് ആയിരുന്നു. നമുക്ക് കൂടെ നല്ലൊരു റീച്ച് കിട്ടിയ ഒരു ഫോട്ടോഷൂട്ടായിരുന്നു അത്. അതുപോലത്തെ ഒരു ഫോട്ടോഷൂട്ട് നമുക്ക് ഇവിടെ നിന്നും വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ല. ചിലർക്ക് കംഫർട്ട് വിട്ടിട്ട് എൻ്റെ കംഫർട്ട് കോസ്റ്റ്യൂം ആണ്, പക്ഷേ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ട്രൈ ചെയ്യണം എന്നുണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ആഗ്രഹിച്ച ഒരു 8000 എന്തെങ്കിലും എപ്പോഴെങ്കിലും ഉണ്ടോ? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോഡലിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ്. പല മോഡൽസും അവർ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെയൊക്കെ ചെയ്യാമെന്ന്. പക്ഷെ എനിക്ക് എൻ്റെ മൂക്ക് കുറച്ച് ഉണ്ടയാണ്. അപ്പോൾ അതൊരു മോഡലിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചബ്ബി ഫേസിലേക്ക് വരും. ആ മൂക്ക് ശരിക്കും ഒരു പക്ക മോഡലിന് യോജിച്ചതല്ലാന്ന് എൻ്റെ തോന്നല്. പിന്നെ നിങ്ങൾ എന്നോടൊരു സ്റ്റൈല് പറഞ്ഞിരുന്നു. ആക്ച്വലി ഐ ആം സോറി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുതിയ സീരിയലിൽ ചെയ്യുന്ന ആ ഒരു ഇതുമായിട്ട് ആ കണ്ടിന്യൂറ്റി മിസ്സാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞ അത്രയും മോഡലിലേക്ക് എനിക്ക് എത്താൻ പറ്റിയില്ല. എന്നാലും ഞാൻ ബിജേഷ് ബ്രോയിൽ നമ്മളൊരു സ്റ്റൈല് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റൈലിലേക്ക് നമുക്ക് കുറച്ച് നല്ലൊരു ഹെയർ സ്റ്റൈൽ ഡിഫറൻസ് കൊണ്ടുവരണം വിചാരിച്ചതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഷൂട്ടിൻ്റെ കണ്ടിന്യൂറ്റി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഹെയർ സ്റ്റൈൽ കൂടുതൽ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ നമുക്ക് നമ്മുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മൾ അവരെയും പരിചയപ്പെടുന്നതായിരിക്കും. അവരിൽ ത്രൂ മാക്സിമം ചേഞ്ച് ഒരു സ്റ്റൈലിൽ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റൈൽ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്, ഒരു ഗ്രൂം സ്റ്റൈലാണ്, ഒരു സെമി എന്താ പറയുക ഇൻഡോ വെസ്റ്റേൺ. പ്രോപ്പർ ഷെർവാണി അല്ല, പക്ഷേ ഒരു പ്രോപ്പർ എഥനിക്കും അല്ല, ഒരു ഇൻഡോ വെസ്റ്റേൺ കോസ്റ്റ്യൂമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്കത് കോസ്റ്റ്യൂം സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമുക്ക് കൊളാബ് ചെയ്തിരിക്കുന്നത് ഡേബക്സ് ആണ്. ഡേബക്സിൻ്റെ ക്രിയേറ്റിവിറ്റിയിലുള്ള കോസ്റ്റ്യൂം നമ്മൾ സ്റ്റൈൽ ചെയ്തെടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് സന്ധി ചേച്ചിനെ വിളിച്ച് ബിജേഷ് ബ്രോയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ മേക്കപ്പ് ത്രൂ കൊണ്ടുവരാൻ സാധിക്കുക എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. നമുക്ക് സന്ധി ചേച്ചിനെ കൂടെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം ബിജേഷ് ബ്രോയുടെ മേക്ക് ഓവർ നമ്മുടെ ചേഞ്ചിലേക്ക് കടക്കാം. SFCയുടെ കാര്യം വരുന്ന സമയത്ത് SFCയുടെ ഒരു ഈവൻറ്റ്സിൽ നമുക്ക് മേക്കപ്പിൻ്റെ കാര്യം ഒരു ടെൻഷൻ വരാറില്ല. കാര്യം കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രാൻഡ്സ് ആണ് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള ബ്രാൻഡിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രം ഡൗൺ കേരള ഉള്ളതാണ് സാവൻ മേക്ക് ഓവേഴ്സ്. അതിൻ്റെ സാരഥിയാണ് നമ്മുടെ കൂടെ ഉള്ളത് സന്ധി ചേച്ചി. നമസ്കാരം. അപ്പോൾ സന്ധി ചേച്ചിയാണ് നമ്മുടെ ഇവിടുത്തെ കലാസൃഷ്ടിയുടെ ഒരു സ്രഷ്ടാവ് എന്ന് പറയാം. നമുക്ക് ബിജേഷ് ബ്രോയിലേക്ക് ഉണ്ടാക്കാൻ പോകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. സന്ധി ചേച്ചി ഇപ്പോൾ വിശേഷങ്ങൾ പറയും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? വർക്കൊക്കെ എങ്ങനെ പോകുന്നു? ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബിജേഷ് ബ്രോനെ മാറ്റിയെടുക്കുന്നതാണ്. നമ്മുടെ കുടുംബ പ്രേക്ഷകരുടെ ഒരു ഫേവറേറ്റ് ആളാണ്. അപ്പോൾ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മേക്ക് ഓവർ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലെങ്കിലും ഒരു സ്റ്റൈലിംഗ് ആണ് നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. ബിജേഷ് ബ്രോയിൽ കൊണ്ടുവരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മേക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉദ്ദേശിക്കുന്നത് പുട്ടിയടിച്ച് വേറൊരു രൂപമാക്കി വേറെ ആളെ വെളുപ്പിക്കുന്ന ഒരു രൂപമെന്നാണ് എല്ലാവരുടെയും ധാരണ. ആ ധാരണയിലല്ല ഒരിക്കലും സാവൻ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്കിൻ ടോൺ എന്താണോ ആ സ്കിൻ ടോണിൽ തന്നെ ഇദ്ദേഹത്തിന് ഹൈലൈറ്റിംഗ് ഫീച്ചേഴ്സ് ഉണ്ട്. നല്ല ഐസ് ഉണ്ട്, പിന്നെ മൂക്ക്, അതുപോലെ ഐബ്രോസ്, ഇതൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ആ ഒരു ഫീച്ചേഴ്സിനെ ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ ഉള്ള സ്കിൻ ടോണിൽ എന്തൊക്കെ അൺഈവൻ ആയിട്ടുള്ള ഭാഗങ്ങളുണ്ടോ അതെല്ലാം മാറ്റി നമ്മൾ ഈവനാക്കി ഒരു നല്ല സ്കിൻ ടോണിൽ ഒരു നല്ല ലുക്കാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇന്ന് ഞാൻ ബിജേഷ് ബ്രോയോട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞായിരുന്നു നമ്മുടെ ഫീച്ചറിൽ ഇപ്പോൾ ബിജേഷ് ബ്രോയുടെ മൂക്ക് എൻ്റെയൊക്കെ ചബ്ബി ഫേസ് ആണ്. ബിജേഷ് ബ്രോൻ്റെയും ഒരു ഫേസ് നമ്മളൊരു ഒരു റൗണ്ട് ഷേപ്പാണ്, മൂക്ക് ഇങ്ങനെ ഒരു ഷേപ്പാണ്. അപ്പോൾ ഇതൊക്കെ കറക്ഷൻ ചെയ്യുന്ന സമയത്ത് അതെങ്ങനെ നമ്മൾ കറക്ഷൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ? നമ്മൾ ഇദ്ദേഹത്തിൻ്റെ മൂക്ക്, അതായത് കുറച്ച് റൗണ്ട് ഫേസ് ഉള്ളവരുടെയൊക്കെ മൂക്ക് നമ്മൾ കോണ്ടോർ ചെയ്ത്, അതായത് ലോങ് ഫേസ് ആക്കാൻ വേണ്ടിയിട്ട് കോണ്ടോർ ചെയ്ത് മൂക്കൊക്കെ നീളത്തിലാക്കാൻ പറ്റും നമുക്ക് മേക്കപ്പ് കൊണ്ട്. അപ്പോൾ ചേച്ചി പറയുന്നത് നമ്മൾ വെളുപ്പിച്ചെടുക്കുന്നതല്ല മേക്കപ്പ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മൾ മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഡെഫിനിഷൻ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്താണ് ഉണ്ടാവേണ്ടത്? നമ്മൾ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ്, ഓരോരുത്തരുടെയും ചോയ്സ് പല രീതിയിലാണ്. അപ്പോൾ നമ്മൾ സിനിമ, സീരിയൽ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ, സിനിമയിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ മേക്കപ്പൊക്കെ ചെയ്യുവാണെങ്കിൽ അവർ അതായത് മേക്കപ്പ് ഓവറാക്കാതെ, അതായത് പല സ്ഥലങ്ങൾ അൺവാണ്ടഡായിട്ട് ഇരിക്കാൻ പാടില്ല മേക്കപ്പ്. കാരണം ക്രാക്ക് വരാൻ പാടില്ല, പാച്ചസ് വരാൻ പാടില്ല, സ്കിൻ ടോൺ കറക്റ്റ് ആയിരിക്കണം. അതെന്ന് വെച്ചാൽ വലിയ ക്യാമറകളിലൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരു ഏച്ച് കെട്ടിയ പോലെ ഇരിക്കും.
അപ്പോൾ അത് സ്കിൻ കറക്റ്റാക്കി അദ്ദേഹത്തിൻ്റെ ടോണിലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പൊടിക്കുള്ള ഒരു സ്വല്പം മാത്രം ഒന്ന് ഇൻക്രീസ് ചെയ്തോ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇന്നിപ്പോൾ നമ്മൾ വിജേഷ് ബ്രോയ്ക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോൺ എങ്ങനെയാണ്? ഇദ്ദേഹത്തിൻ്റെ സ്കിൻ ടോണിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. സ്കിൻ ടോണിൻ്റെ നമുക്കിപ്പോൾ വിപണിയിൽ സുലഭമായിട്ട് കിട്ടും പ്രോഡക്റ്റുകൾ, പല ബ്രാൻഡുണ്ട്, പല പ്രോഡക്റ്റുകളുണ്ട്. സ്കിൻ ആദ്യം പഠിക്കണം ബേസിക്കായിട്ട്, സ്കിന്നാണ് പഠിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ മേക്കപ്പിൻ്റെ ബേസിക് എന്ന് പറയുന്നത് CTM എന്ന് പറയും, ക്ലെൻസ്, ടോണ്, മോയ്സ്ചറൈസർ. അപ്പോൾ ഈ 3 സാധനങ്ങൾ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതോടുകൂടി സ്കിന്നിൽ നമ്മൾ പ്രിപ്പയർ ആക്കിയതിന് ശേഷം നമ്മൾ മേക്കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നോ മേക്കപ്പ് ലുക്കും കിട്ടും, നല്ല സ്കിന്ന് നല്ല അട്രാക്റ്റീവ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും, ഹൈലൈറ്റും ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ സമയം അധികം വേസ്റ്റ് ചെയ്യാതെ ഇദ്ദേഹത്തിൻ്റെ ഒരു മേക്ക് ഓവർ അല്ലെങ്കിൽ സ്റ്റൈലിംഗ് കംപ്ലീഷനിലേക്ക് കടക്കാം. അതിൻ്റെ സ്റ്റെപ്സ് നമ്മൾ കവർ ചെയ്യാം. അതിനുശേഷം ഇന്ന് വിജേഷ് ബ്രോയ്ക്ക് നമ്മളൊരു ഷൂട്ടുണ്ട്, ഒരു ഫോട്ടോഷൂട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ഫോട്ടോഷൂട്ടും അതിൻ്റെ ഫോട്ടോ ഔട്ട്കം നമുക്ക് ടോട്ടലി എന്താണെന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക് എത്തിക്കുക എന്നുള്ളതാണ് അടുത്തൊരു ടാർഗറ്റ്. അതൊരു കംപ്ലീറ്റ് പാക്കേജായിട്ട് നമുക്ക് എങ്ങനെ വരുന്നു എന്നുള്ളത് കാണാം. സോ നമ്മൾ ഇന്നത്തെ നമ്മുടെ ഒരു മേക്ക് ഓവർ അല്ലെങ്കിൽ സ്റ്റൈലിങ്ങിൻ്റെ സെഷൻ കഴിഞ്ഞു വൈൻഡ് അപ്പ് ചെയ്തിരിക്കുകയാണ്. പ്ലാൻ ചെയ്ത പോലെ തന്നെ ഒരു ഇൻഡോ വെസ്റ്റേൺ കോസ്റ്റ്യൂം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കോസ്റ്റ്യൂം നമ്മൾ ചെയ്തു. അത് മേക്കപ്പ് സന്ധി ചേച്ചി വളരെ ഭംഗിയായിട്ട് മേക്കപ്പ് ആൻഡ് ഹെയർ ചെയ്തിട്ടുണ്ട്. ഹെയറിൽ നമ്മൾ മാക്സിമം ഡിഫറൻസസ് കൊണ്ടുവരാൻ നോക്കി. പിന്നെ പൂപ്പരയ്ക്ക് പറഞ്ഞ മാതിരി തന്നെ സീരിയൽസിൻ്റെ ബിസി ഉള്ളതുകൊണ്ട് കണ്ടിന്യൂറ്റി ഒരു പ്രശ്നമായതുകൊണ്ട് ഒരുപാട് നമുക്ക് ഹെയർ സ്റ്റൈലിൽ മാറ്റാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്തൊക്കെയാണെങ്കിലും നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു ചേഞ്ച്, ഒരു സ്റ്റൈൽ, നിങ്ങൾ പ്രേക്ഷകർക്ക് എന്ത് അഭിപ്രായമാണ് പറയണത് തീർച്ചയായിട്ടും പറയണം, ഞങ്ങളെ അറിയിക്കണം. അതിന് കൂടുതൽ തന്നെ ഞാൻ വിജേഷ് ബ്രോനോട് ചോദിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു ഈ അനുഭവം എന്നുള്ളത്. വിജേഷ് ബ്രോ പ്ലീസ്. ഓക്കെ നല്ലൊരു ഡിഫറൻ്റ് ആയിരുന്നു. ഇവർ എപ്പോഴും എനിക്ക് 2ാമത്തെ തവണയാണ് ഞാൻ ഇവരുടെ കൂടെ ഫോട്ടോഷൂട്ട് ചെയ്യുന്നത്. 2 തവണയും എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തു തന്നിട്ടുള്ളത്. എനിവേ താങ്ക് യു. നിങ്ങളുടെ ഫാഷൻ കമ്പനി ഇനി ഉയരങ്ങളിലെത്തട്ടെ. ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. ചേച്ചി സൂപ്പർ മേക്കപ്പാണ്, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. വിജേഷ് ബ്രോ എല്ലാ തിരക്കുകളുടെ ഇടയിലും നമുക്ക് വേണ്ടി സഹകരിച്ച് വരാറുള്ള ഒരു പേഷ്യൻസ്, നമ്മളോടുള്ള സഹകരണം, അത് നമ്മൾക്ക് എന്നും ഓർമ്മയുണ്ടാവും. ഒരുപാട് നന്ദിയുണ്ട്. സോ ബിഫോർ വൈൻഡിങ് അപ്പ്, താങ്ക്സ് ഓൾ ഫോർ വാച്ചിങ് ദിസ് എപ്പിസോഡ്. നമ്മുടെ കൂടെ സഹകരിക്കുന്നതിന്, ഈ യാത്രയിൽ നമ്മുടെ കൂടെ ഉണ്ടാവുന്നതിന്. സോ വി ആർ വൈൻഡിങ് അപ്പ് ദിസ് എപ്പിസോഡ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും വരുന്നതായിരിക്കും പുതിയ അതിഥികളും പുതിയ വിശേഷങ്ങളും പുതിയ ഫാഷനുമായിട്ട്. അതുവരെയും സൈനിങ് ഓഫ്, സന്ധി ചേച്ചി, വിജേഷ് ബ്രോ, ഷിൻലെസ് ലക്ഷ്മി. ബൈ.